ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത് കേട്ടോ. പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, തുറന്നുള്ളൂ. രാത്രിക്ക് രാത്രി ഷാഫി പറമ്പിലും മാങ്കൂട്ടവും PK ഫിറോസും ഒക്കെ സഞ്ചരിച്ച വാഹനം അവിടെ നിർത്തിക്കൊണ്ട് അതിലെ പെട്ടിയെല്ലാം വലിച്ചു പുറത്തിട്ട് പരിശോധിക്കുന്ന ഒരു പോലീസിനെയാണ് കണ്ടത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിലമ്പൂരിൽ തമ്പടിച്ച് രാവും പകലും പണിയെടുക്കുന്ന ഷാഫി പറമ്പിൽ ഓടിച്ച വണ്ടിയിൽ പെട്ടിയുണ്ടത്രേ. പോലീസ് പിന്നാലെ കൂടി. രാത്രി 11 മണിക്ക് ഷാഫിയെ വണ്ടിയിൽ നിന്നിറക്കി പെട്ടി പരിശോധിക്കുന്നു. ഇന്ന് ഈ മണിക്കൂറുകളിൽ വരുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടിയാണിത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെയും PK ഫിറോസിനെയും ഒക്കെ വണ്ടിയിൽ നിന്നിറക്കി പെട്ടി പുറത്തെടുപ്പിക്കുകയും ചെയ്തു. ഇവിടെ MP ബോർഡ് എഴുതിയ വണ്ടിയിൽ ഷാഫി പറമ്പിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഷാഫിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചു നോക്കി വീണ്ടും വീണ്ടും നോക്കി അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. രാത്രി പ്രചാരണവും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് മടങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ ഇന്നലെ പൊട്ടിമുളച്ച് MLA-യോ MP-യോ ആയതല്ല എന്ന ഒറ്റ ഡയലോഗിൽ തങ്ങളെ പിച്ചു ചിന്താനെത്തിയ CPM പോലീസിനെ ഒറ്റയടിക്ക് പുറംകാലുകൊണ്ട് തട്ടാൻ ഷാഫി പറമ്പിലിനും മാങ്കൂട്ടത്തിലിനും സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത് കേട്ടോ. പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. MP-മാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ട് MP-മാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ, ഡിക്കി തുറക്കാൻ പറഞ്ഞില്ലേ, മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൂടെ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന PK ഫിറോസ് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പാലക്കാട്ടെ നീല ട്രോളി ബാഗിന് പിന്നാലെ പിണറായി പോലീസ് അവതരിപ്പിക്കുന്ന നാടകം ഭാഗം 2ആണിത്. ഇവിടെ പെട്ടി പൊട്ടിക്കുക എന്നതല്ലായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. പകരം ഷാഫിയെയും മാങ്കൂട്ടത്തിനെയും ഇൻസൾട്ട് ചെയ്ത് ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു.